നമ്മൾ ഇനി കാണാൻ പോകുന്നത് അടുത്ത മലയാളപ്പടം ജ്ഞാനാംബിക. അതിനെപ്പറ്റി കുറേ ഡീറ്റെയിൽസ് നമുക്കറിയാനുണ്ട്. ഇതിനിടയിൽ നമ്മൾ ഈ സ്റ്റുഡിയോക്കളെ പറ്റി ഒരു ഓട്ടപ്രദർശനം നടത്തിയിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റുഡിയോയെക്കുറിച്ചും നമുക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കറിയണം. എന്നുവെച്ചാൽ എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ട് ഈ സ്റ്റുഡിയോ എങ്ങനെ വന്നു, അത് എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് അറിയാൻ വേണ്ടി. അതിനായിട്ടാണ് ഞങ്ങളിപ്പം ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഉദയ സ്റ്റുഡിയോ. കുഞ്ചാക്കോ സാർ. കദളിവാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നു കാരാ വന്നാട്ടെ. മുങ്ങി മുങ്ങി മുത്തുകൾ വാരും മുക്കുവനേ, ഓ മുക്കുവനേ, മുന്നാണ് മുത്തുകടം തരുമോ, കടം തരുമോ. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, പള്ളുവനാടൻ പെണ്ണ്. മാനത്തെ മഴമുകിൽ മാലകളെ ചെലുത്ത് മാടപ്പീരാവുകളെ. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റുഡിയോ ആണ്. 2-3 സ്റ്റുഡിയോ ഉണ്ട്. അതിൽ ഒരു അത്യാവശ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉദയ സ്റ്റുഡിയോ. ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. എന്നാലും അതിൽ മുഖ്യമായിട്ട് ഒരാളാണ് ഈ ബാലേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് നമുക്ക് മീറ്റ് ചെയ്യാം. ഒരുപാട് കാലമായിട്ട് ഉദയ സ്റ്റുഡിയോയിൽ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളെ കാണാൻ വന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാൻ പറ്റുമോ? അത് എനിക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇതിനകത്ത് കയറാൻ ശ്രമിച്ചിട്ട് കയറാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഞാനൊരു ആപ്ലിക്കേഷൻ എഴുതി ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ വാച്ചർ പറഞ്ഞു ഇവിടെ എല്ലാം അയാളുടെ വീട്ടിൽ ചെന്നല്ലേ കണ്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, സൗകര്യത്തിന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ ലെറ്ററുമായിട്ട് വീട്ടിൽ ചെന്നു. അത് രാവിലെ പോയി. ഞാൻ ഒരു 6-6:30 ഞാൻ പോയി. ചിലപ്പം കുഞ്ചാക്കോ അയാൾ എണീറ്റ് ബാത്റൂമിലേക്ക് പോവുക. എന്നെ കണ്ട് എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ തരാം, പൊട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ പൊട്ടിച്ചു. നേരത്തെ പിടിക്കാൻ പറഞ്ഞു, നേരത്തെ പിടിച്ചു. അത് പുള്ളി വായിച്ചു പറഞ്ഞൊരു 9 മണിയാകുമ്പോൾ സ്റ്റുഡിയോയിലേക്ക് വന്നു. അങ്ങനെ അന്ന് തന്നെ 9 മണിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പുറത്ത് പുള്ളി എഴുതി അപ്പച്ചൻ നമ്മളുടെ എഴുതി. അപ്പോൾ അപ്പച്ചനെ എനിക്കറിഞ്ഞു. ഞാൻ തിരിച്ചു വന്ന് വാച്ചനോട് ചോദിച്ചു അപ്പച്ചൻ ആരാണെന്ന് ചോദിച്ചു. അതിപ്പം അനിയനാണെന്ന് പറഞ്ഞു. പുള്ളി എവിടെ ഉണ്ട്? അത് ആ ഘട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് പുള്ളിയെ കണ്ടിട്ട് എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു. നമ്മൾ ആലപ്പിന്ന് വരിക. ഇവിടെ ചാൻസ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? നമ്മൾ ആരും പറഞ്ഞില്ല. ഇവിടെ ചാൻസ് ഒന്നുമില്ല, ഇവിടെ ജോലിയൊന്നുമില്ല, പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ തൂങ്ങി നിന്ന് ഇങ്ങനെ എന്നിട്ട് കറങ്ങാനൊക്കെ പോയി. ഫ്ലോറിലൊക്കെ പോയി 2-3 ഫ്ലോർ ഉണ്ടായിരുന്നത്. അവിടെ എല്ലാം പോയി തിരിച്ച് വന്നിട്ട് വരുമ്പോഴൊക്കെ ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ 2ാമത്തെ റൗണ്ടിനും പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാനില്ല. അപ്പോൾ ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ട് വന്നതല്ല. ഞാൻ നേരെ വീട്ടിൽ പോയി. വാച്ചനോട് പറഞ്ഞു ഞാൻ പോകുകയാണെങ്കിൽ വിശക്കുന്നു, ഞാൻ പോകുന്നുണ്ട് പറഞ്ഞാൽ ശരി. അപ്പം തിരക്കണമെങ്കിൽ എന്ത് പറയും? ആ പോയെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ 3ാമത്തെ കറക്കം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എന്നെ കാണുന്നില്ല. തിരിച്ച് വാച്ചനോട് ഞാൻ ചോദിച്ചു ഇവിടെ ആളെ നിന്നില്ല, അയാൾ എന്ത് ചെയ്യുന്നു? അത് വീട്ടിൽ പോകണമെന്നും പറഞ്ഞിട്ട് അയാളൊന്ന് വിളിക്കണത്. അങ്ങനെ വിളിച്ച് തിരിച്ച് ഞാൻ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ജീവൻ ഹിന്ദി എടുത്തുകൊണ്ടിരിക്കുക, ഹിന്ദി പടം. അതെല്ലാം ഞാൻ നോക്കിക്കണ്ടൊക്കെ ഇങ്ങനെ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കമ്പനിപ്പടമായി. കമ്പനിപ്പടത്തിൽ പകൽ മുഴുവനും കമ്പനിപ്പടത്തിൽ വർക്ക് ചെയ്യും, രാത്രി പിന്നെ വെളിയിൽ നിന്നുള്ള പടത്തിൽ വർക്ക് ചെയ്യും. പുതിയ പ്ലാന്റെ കൂട്ടക്കാരെല്ലാം വന്നിട്ടുണ്ടാന്ന് ഉണ്ടാജിയാരെ ചെറുക്കന്റെ ബാപ്പ വന്നിട്ടുണ്ടാ?
നമ്മളിവിടെ ഉണ്ടാകും ഉണ്ടാ എന്നാലേ ഈ നിക്കാഹ് നടത്താൻ ഞമ്മക്ക് മനസ്സില്ല. ആചാര്യ എന്റെ പഠിച്ചോനെ, ശമ്പക്കച്ചവടക്കാരൻ കാതിലിന്റെ മോൻ അവക്ക് രാജിന്റെ മകളെ കെട്ടാൻ വളർന്നില്ലടാ നമുക്ക്. ആചാര്യ സമ്മതിച്ചാചാര്യ, ഞാൻ ചെമ്പക്കച്ചവടക്കാരൻ കാതറിന്റെ മോനാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട് ആചാര്യ. പലിശ വാങ്ങാതെ, കള്ളാധാരം ഉണ്ടാക്കാതെ, പാവപ്പെട്ടവനെ വഞ്ചിക്കാതെ വിയർപ്പൊഴുക്കി പണിയെടുക്കുന്നതിന്റെ വാപ്പായെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് ആചാര്യ. നിങ്ങളിത് ചെവിയിൽ നുള്ളിക്കൊള്ളൂ. കാതറിന്റെ മോനാണ് ഈ പറയുന്നത്. ഓടാ നമുക്ക്. എന്തെങ്കിലും മനസ്സിലാക്കി അത് പഠിക്കാനെല്ലാം കൂടി ഇവിടെ വന്നത്. അങ്ങനെ വന്ന് ലൈറ്റിങ് കയറി നിന്നു. അങ്ങനെ ലൈറ്റിങ്ങിൽ നിന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടി പഠിച്ച് 2-3 വർഷങ്ങൾ കൊണ്ടൊക്കെ അത് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ യൂണിറ്റിൻ്റെ ചീഫാകാനായിട്ട് ഒരു സൗകര്യം കിട്ടി. അങ്ങനെ യൂണിറ്റിൻ്റെ ചീഫായി. എൻ്റെ കൂടെ തന്നെ 8-9 ജോലിക്കാരുണ്ടായിരുന്നു. അവർ പിന്നെ ഞാൻ പറയുന്ന പോലെയൊക്കെയാണ് ലൈറ്റിൻ്റെ സംഗതികളൊക്കെ നടത്തിക്കൊണ്ടൊക്കെ ഇരുന്നത്. അന്ന് ഈ ഫ്ലോറിലുള്ള ആണല്ലോ ഷൂട്ടിങ് കൂടുതലുള്ളത്. അപ്പം ഫ്ലോറിൽ ലൈറ്റിങ് മാറ്റിയിടുക, ലൈറ്റ് മാറ്റിയിടുക, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ആ പഠിച്ച സംഗതി ഞാൻ ചെയ്യിച്ചത്. അങ്ങനെ പിന്നെ കയറി അങ്ങ് പോവുമായിരുന്നു. എടാ, നട്ടലില്ലാത്തവൻ പ്രേമിക്കാൻ നടക്കരുത്. എന്റെ പൊന്നു കുഞ്ഞച്ച, അമ്മയും അച്ചായനും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുമിച്ച് എതിർക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ നീ ഒരു കാര്യം ചെയ്യും. എന്തോന്ന്? നീ കയറി അവളെയും കെട്ട്, പ്രശ്നം തീർന്നല്ലോ. ഇത് ആര് നടത്തി തരും? ആ കാര്യം ഞാൻ പള്ളിയിൽ വെച്ചോ? പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ പാലച്ചോട്ടിൽ വെച്ച്. എടാ, നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരുടെയും അമ്മമാരുടെയും കല്യാണം എവിടെ വെച്ചായിരുന്നു? ഞാൻ ചോദിച്ചതേ ആദാമിന്റെയും അവോയുടെയും കാര്യമാണ്. അവരുടെ ഇടവക പള്ളി ഏതായിരുന്നു? എന്താ മനസ്സിലായില്ലേ? ഏതൻ തോട്ടം? അതുപോലെ വല്ല റബ്ബർ തോട്ടത്തിൽ വെച്ചായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് എപ്പോഴും തമാശ തന്നെ. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കുമായിരുന്നു. എങ്കിൽ കല്യാണവും കഴിഞ്ഞ് ഇപ്പൊ ഒരു കൊച്ചുമായൻ. എടാ പന്നച്ച, നിനക്ക് ചുണയുണ്ടോടാ? എങ്കിൽ നോയമ്പ് വീടുന്ന ആദ്യത്തെ ഞായറാഴ്ച പെണ്ണിനെ കൊണ്ട് പള്ളിയിൽ വന്നേരെ. അവിടെ വെച്ച് കല്യാണം. മുഖ്യ അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചോ. എന്താ? ശരി. പോടാ പോടാ, നീ വെച്ചോ, ഞാനുണ്ട്.